ശ്രീ മഹാദേവേ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മൾ 89-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നോക്കുന്നത്. 409-ാമത്തെ നാമം മുതൽ. ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ടാശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര. ശിവപ്രിയ ശിവപര. ശിവപ്രിയ എന്ന് പറഞ്ഞാൽ ശിവന് പ്രിയപ്പെട്ടവൾ, ശിവൻ പ്രിയനായിട്ടുള്ളവൾ എന്നും പറയാം. മംഗളകരമായ എന്തിനേയും, ശിവ എന്ന് പറഞ്ഞാൽ മംഗളാണ്, മംഗളകരമായ എന്തിനേയും പദാർത്ഥത്തെയോ പ്രവൃത്തിയെയോ എന്തായാലും അതിനെ ഇഷ്ടപ്പെടുന്നവൾ എന്നും അർത്ഥം പറയാം. പിന്നെ ശിവപര. ശിവപര എന്ന് പറഞ്ഞാൽ തൽപര. നമ്മൾ തൽപര എന്ന് പറയുന്ന ആ താല്പര്യം, ശിവപര ശിവനിൽ താല്പര്യമുള്ളവൾ. പിന്നെയോ ശിവപര. പര എന്ന് പറയുന്നതിന് പരമമായ എന്നർത്ഥമുണ്ട്, ഉത്കൃഷ്ടമായ, ശ്രേഷ്ഠമായ. അപ്പോൾ ശിവനേക്കാൾ പര, ശ്രേഷ്ഠമായവൾ, ശ്രേഷ്ഠയായവൾ എന്ന അർത്ഥത്തിൽ ശിവശക്തിയാ യുക്തോ യതി ഭഗവതി ഭവതി ശക്തപ്രഭവിതും എന്ന് സൗന്ദര്യലഹരിയിൽ ഒരു ശ്ലോകമുണ്ട്. അതായത് ദേവിയുടെ സാന്നിധ്യവും ശക്തിയും ഉണ്ടെങ്കിൽ ശിവന് ശക്തിയുള്ളൂ എന്നാണ് പറയുന്നത്. ശിവൻ ഉഗ്രമൂർത്തിയാണ്, ശിവൻ അഖണ്ഡവും നിശ്ചലവുമായ ബ്രഹ്മമാണ്, സംഹാരമൂർത്തിയാണ്. പക്ഷെ ഇതെല്ലാമാണെങ്കിലും ശിവനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഉൾക്കട തേജസ്സേനിൻ പ്രതിബിംബത്തെ പോലും തൊട്ടാൽ തൊട്ടത് വെണ്ണീറാകും, അത്ര ഉഗ്രമൂർത്തിയാണ് ശിവൻ. പക്ഷേ ദേവി ചലനാത്മകയും ക്രിയാത്മകവുമായ ജ്ഞാനശക്തിയാണ്. ദേവിയിലൂടെയാണ് ശിവൻ പ്രകടിതനാകുന്നത് എന്നർത്ഥം. ഇത് ഇപ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പം പോലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദേവിയും ദേവനും ഒന്നാണ്, പ്രകൃതിയും പുരുഷനും ഒന്നാണ് എന്ന അർത്ഥത്തിലൂടെയാണ് അത് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ശിവൻ്റെ ദേവിയുടെ സാന്നിധ്യവും ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ശിവനിൽ ശക്തി ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. സൗന്ദര്യലഹരി പറഞ്ഞത് അത് തന്നെയാണ്. ശിവ ശക്തിയായുക്തോ, ശിവനും ശക്തിയും യോജിക്കുമ്പോൾ യതി ഭവതി ശക്തപ്രഭവിതും, അപ്പോഴാണ് ശരിയായ ശക്തി അവിടെ ഉണർന്ന് എണീക്കുന്നത്. ശിഷ്ടേഷ്ട. ശിഷ്ട ഇഷ്ട. ശിഷ്ടേഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടന്മാരെ ഇഷ്ടപ്പെടുന്നവൾ. ശിഷ്ടനാരാ? ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, സജ്ജനങ്ങൾ. നമ്മൾ സജ്ജനങ്ങൾ എന്ന് പറയുന്നത് ശിഷ്ടന്മാരെയാണ്. അപ്പോൾ ശിഷ്ടന്മാരെ ഇഷ്ടപ്പെടുന്നവൾ, ശിഷ്ടന്മാരാൽ ഇഷ്ടപ്പെടുന്നവളുമാണ് ദേവി. പിന്നെ ശിഷ്ടപൂജിത, ആ ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ. ശിഷ്ടന്മാർക്ക് മാത്രമേ ഇന്ദ്രിയ സംയമനം കൊണ്ട് സ്വധർമ്മത്തെ ഈശ്വരാർപ്പണമാക്കി ചെയ്യാൻ കഴിയൂ. അങ്ങനെ കഴിയുന്നവരാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സജ്ജന സംസർഗം പോലും പുണ്യമാണെന്ന് പറയുമല്ലോ. അപ്പോൾ ഈ സജ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ ആ സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. ദേവിയെ പൂജിക്കാനുള്ള ഭാഗ്യം അങ്ങനെയേ ലഭ്യമാകൂ, അങ്ങനെയുള്ളവർക്കേ ലഭിക്കൂ. അല്ലാത്തവർക്ക് ദേവി തന്നെ തീരുമാനിക്കണം ദേവിയെ പൂജിക്കാൻ കഴിയുന്നവരാണ് എന്ന്. ദേവിയെ ഒന്ന് പ്രണമിക്കുവാനോ സ്തുതിക്കുവാനോ പുണ്യകർമ്മം ചെയ്തവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് സൗന്ദര്യലഹരിയിൽ വീണ്ടും പറയുന്നുണ്ട്. പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി എന്ന് പറഞ്ഞാൽ പ്രണന്തും സ്തോതും, അതായത് പ്രണമിക്കാനും സ്തുതിക്കാനും വാ കഥമകൃത പുണ്യപ്രഭവതി. പുണ്യപ്രഭവതി അതായത് പുണ്യകർമ്മം ചെയ്തവർക്ക് മാത്രമേ ദേവിയെ ഒന്ന് സ്തുതിക്കാനും പ്രണമിക്കാനും സാധിക്കൂ. പിന്നെ അപ്രമേയ, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്, പഞ്ചേന്ദ്രിയങ്ങളാൽ അളക്കാൻ വിലയിരുത്താൻ സാധിക്കാത്തതാണ് അപ്രമേയ എന്ന് പറയുന്നത്. പ്രമേയം എന്ന് പറയുമ്പോൾ അത് പ്രമാണം എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് വേറൊരർത്ഥത്തിൽ പറയുമ്പോൾ പ്രമാണങ്ങളാൽ പ്രാപിക്കപ്പെടാൻ കഴിയാത്തത്, അളക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രമാണങ്ങളാൽ പ്രാപിക്കപ്പെടാൻ കഴിയാത്തത് എന്നാണ് ഒരർത്ഥം. പ്രമാണം എന്നാൽ അറിയപ്പെടേണ്ട വസ്തുവിനെ അറിയാനുള്ള മാർഗം, അതാണ് പ്രമാണം. അപ്പോൾ പ്രത്യക്ഷ പ്രമാണവും ശബ്ദപ്രമാണവും അങ്ങനെ പല പ്രമാണങ്ങളുണ്ട്. ഈ എല്ലാ പ്രമാണങ്ങളും എടുത്തു നോക്കിയാലും ആ മാർഗത്തിലൂടെ ഒന്നും തന്നെ ദേവിയെ അറിയാൻ കഴിയില്ല. തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്ന ഒരു കാര്യം, യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ
വാക്ക് ആ വസ്തുവിനെ വർണ്ണിക്കാൻ സാധിക്കാതെ മടങ്ങുന്നു. വാക്കുകൊണ്ട് സാധിക്കില്ല ദേവിയെ വർണ്ണിക്കാൻ, മനസ്സുകൊണ്ടും സാധിക്കില്ല. സങ്കല്പിക്കുന്ന മനസ്സും ആ സത്യവസ്തുവിനെ വർണ്ണിക്കാൻ സാധിക്കാതെ മടങ്ങുന്നു. സങ്കല്പിക്കുന്ന മനസ്സ് സത്യവസ്തുവിനെ പ്രാപിക്കാൻ കഴിയാതെയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവിയെ പ്രാപിക്കണമെങ്കിൽ, ദേവിയെ ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ, തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അതീതമായ ഒരു ചൈതന്യമാണ് ദേവി. അതോ സത്യമാണല്ലോ. അപ്പോൾ ആ ദേവിയെ തിരിച്ചറിയണമെങ്കിൽ ദേവിയിൽ കറകളഞ്ഞ നിഷ്കാമമായ ഭക്തി ഉണ്ടായിരിക്കണം. അടിയുറച്ച വിശ്വാസവും ഭക്തിയുമാണ് ദേവിയെ തിരിച്ചറിയാനുള്ള മാർഗം. സ്വപ്രകാശ, സ്വയം പ്രകാശയായവൾ. സ്വയം പ്രകാശിക്കുന്നവളാണ് സ്വപ്രകാശ. സ്വയം ജ്യോതിസ് തന്നെയാണ് ദേവി. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. മുണ്ടകോപനിഷത്തിൽ പറയുന്നതാണ് തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ദേവിയാകുന്ന തേജസ്സിൽ തമേവ ഭാന്തം അനുഭാതി സർവം, ദേവിയാകുന്ന തേജസ്സിൽ സർവവസ്തുക്കളും പ്രകാശിക്കപ്പെടുന്നു. അതുള്ളതുകൊണ്ടാണ് എല്ലാം പ്രകാശമുള്ളതാകുന്നത്. ദേവി ലളിതാംബിക ചിത് സ്വരൂപിണിയാണ് എന്നർത്ഥം. തസ്യ ഭാസ സർവമിതം വിഭാതി. എല്ലാം ദേവി തന്നെയാണ്, ചിത് സ്വരൂപിണിയാണ്. മനോവാചാമ ഗോചര. അടുത്ത വരി മനോവാചാമ ഗോചര. മനോ എന്ന് പറഞ്ഞാൽ മനസ്സ്, മനഃ. വാചാം അഗോചര, മനസ്സിനും വാക്കിനും ഗോചരമല്ലാത്തവൾ. ഗോചരം എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാൻ, പ്രാപിക്കാൻ, അനുഭവിക്കാൻ കഴിയാത്തവൾ. അപ്പോൾ മനസ്സിനും വാക്കിനും ദേവിയെ പ്രാപിക്കാൻ കഴിയില്ല, ദേവിയിലൂടെ എത്തിച്ചേരാൻ കഴിയില്ല. വാക്കിനോ മറ്റു കാരണങ്ങൾക്കോ ദേവീത്വത്തെ അറിയാനാവില്ല എന്ന് പറയുന്നു. കണ്ണ്, കാത് മുതലായ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധി മുതലായ അന്ധകരണങ്ങളും ഇതിൽപ്പെടുന്നു. അവയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യമാണ് ദേവിയുടെ സ്വരൂപം. എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ദേവിയുടെ ചൈതന്യമാണ്, ദേവീ സ്വരൂപമാണ്. ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ദേവിയെ കണ്ടെത്താൻ നോക്കിയാൽ കഴിയില്ല. പക്ഷെ ഭക്തിമാർഗത്തിലൂടെ അത് കഴിയും എന്നുകൂടി പറയുന്നുണ്ട്. പിന്നെയോ യാതീത ഗോചരാം വാചാം മനസാം ച വിശേഷണം ജ്ഞാനി ജ്ഞാന പരിച്ഛേദ്യ വന്ദേതാം ഈശ്വരീം പരാം. വിഷ്ണു പുരാണത്തിൽ പറയുന്നതാണ് യാതീത ഗോചരാം വാചാം മനസാം ച വിശേഷണ ജ്ഞാനി ജ്ഞാന പരിച്ഛേദ്യ വന്ദേതാം ഈശ്വരീം പരാം. അതായത് യാതീത ഗോചരാം വാച, യാതൊന്നാണോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വിശേഷമായി അറിയപ്പെടാവുന്നതിനും അതീതമായത്. അതായത് മനസ്സാം ച വിശേഷണ, വിശേഷമായി അറിയപ്പെടാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വിശേഷമായി അറിയപ്പെടാവുന്നതിനും അതീതമായത്, അറിയപ്പെടാത്തത്. പിന്നെ അടുത്തത് ജ്ഞാനി ജ്ഞാന പരിച്ഛേദ്യ, ജ്ഞാനി അജ്ഞാനം എന്ന ഭേദത്തിനും ഉപരിയായി വർത്തിക്കുന്നത്. ആ ശ്രേഷ്ഠയായ ദേവിക്ക് വന്ദനം. അതാരാണ്? വന്ദേതാം ഈശ്വരിയും, ആ ശ്രേഷ്ഠയായ ഈശ്വരി എന്ന് പറഞ്ഞാൽ പരമേശ്വരി ദേവിക്ക് വന്ദനം. ഇത് വിഷ്ണു പുരാണത്തിൽ പറയുന്നതാണ്. അപ്പോൾ ദേവിയുടെ വിശേഷണങ്ങളാണ് 89ാമത്തെ ശ്ലോകം. അടുത്തത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓം ശ്രീ മഹാദേവി നമഃ.